ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കരുതി വെറുതെ ഞാൻ ഇതിൽ കയറി വളവളാന്ന് എന്തെങ്കിലും സംസാരിച്ചിട്ട് ആ വീഡിയോ കൊളാക്കണ്ടെന്ന്. കാരണം ഇത് ഞാനൊരു ചെട്ടിച്ചോറ് കഴിക്കാൻ പോയതാണ്. സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ് അല്ല. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ചെറിയ ചെറിയ കഥകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ എന്ന്. അങ്ങനെ ആ കഥ ഞാൻ പറഞ്ഞുതരാം. കാലിക്കറ്റിൽ വന്നിട്ട് ചെട്ടിച്ചോറ് കിട്ടുന്ന സ്പോട്ട് അന്വേഷിച്ച് പോയെത്തിയ സ്ഥലമാണ് ഈ ഹോട്ടൽ. അപ്പോൾ ഇത് വരുന്നത് കമ്മത്തിലേയും കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന ആ വഴിക്കാണ്. എറണാകുളത്ത് പല സ്ഥലങ്ങളുണ്ടെങ്കിലും കാലിക്കറ്റിൽ എനിക്ക് തോന്നുന്നു ചെട്ടിച്ചോറ് കിട്ടുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണെന്ന്. അങ്ങനെ ഞാൻ അവിടെ പോയി ഭക്ഷണം കഴിച്ചു. നല്ല ഭക്ഷണമായിരുന്നു. സീ ഫുഡ് ചെട്ടിച്ചോറായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. അതിൽ മുട്ട പൊരിച്ചതും കൂടി ഉണ്ടായിരുന്നു. ഞാൻ അതിനുശേഷം രണ്ടാമത് കാലിക്കറ്റിൽ പോയപ്പോൾ ഈ സെയിം റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് പോയിരുന്നു. പോയപ്പോൾ അവിടെ കണ്ട കാഴ്ച കരളലിയിക്കുന്നതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെട്ടിച്ചോറ് കഴിച്ച ആ സ്പോട്ടേ കാണുന്നില്ലായിരുന്നു. ആ ഹോട്ടലൊക്കെ പൊളിച്ച് മാറ്റിയിരുന്നു. എന്തായാലും ആ ഹോട്ടൽ പൊളിച്ച് മാറ്റുന്നതിന് മുമ്പ് അവിടുത്തെ ചെട്ടിച്ചോറ് ആസ്വദിച്ച് കഴിക്കാൻ എനിക്ക് പറ്റിയെന്നുള്ള കാര്യത്തിൽ ഞാൻ അങ്ങേയറ്റം കൃതജ്ഞനാണ്. എന്തായാലും ചെട്ടിച്ചോറ് ആസ്വദിച്ച് കഴിച്ചു. അപ്പോൾ നേരത്തെ കാണിച്ച സ്ട്രോബെറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന വഴിക്ക് 50 രൂപയ്ക്ക് 2 പാക്കറ്റ് വെച്ച് വില സഹായത്തിൽ കൊടുക്കുന്ന കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഈ കഥയുടെ സാരാംശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ചെട്ടിച്ചോറ് കഴിക്കാൻ കഴിച്ചോളുക. നാളെ ആ റെസ്റ്റോറൻറ്റ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ.